പൈതലാം യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാം യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ ആ ആ ആ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്ക 1:35. ഒരു രക്ഷകനെ കുറിച്ച് അനേകം മുന്നറിയിപ്പുകൾ ദൈവം പ്രവാചകരിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്നെങ്കിലും ദൈവം സ്വയം മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വരുമെന്ന് സങ്കല്പിക്കാൻ പോലും ആർക്കും കഴിഞ്ഞിരുന്നില്ല. പാപത്തിന് അടിമപ്പെട്ടതുമൂലം മനുഷ്യന് ദൈവത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല. കാരുണ്യവാനായ ദൈവം അതിനാൽ മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് വന്നു. സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റി. പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും യേശു എല്ലാ മനുഷ്യർക്കും തുല്യനായിരുന്നു. ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന ഓരോരുത്തരും ദൈവമക്കൾക്ക് അനുസൃതമായി ജീവിതം നയിക്കാൻ കടപ്പെട്ടവരാണ്. ദൈവം നമ്മുടെ പിതാവെന്ന ബോധ്യം ഒന്ന് മാത്രം മതി നമുക്ക് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കാനും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും എല്ലാവരുമായി സ്നേഹത്തിൽ ഇടപഴകാനും ഒക്കെ. പുത്രനായ ദൈവത്തിലൂടെ വെളിപ്പെട്ട പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മെ നമ്മുടെ വീഴ്ചകളിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ബത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിൽ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായി ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര വെളിച്ചത്തിൽ മാലാഖമാരെ സാക്ഷിയാക്കി ദൈവപുത്രന് നൽകിയ സ്വർഗീയ പിതാവിന് നമുക്ക് നന്ദി പറയാം. ക്രിസ്മസിന് മുന്നോടിയായി ഈ നൊയമ്പ് കാലത്ത് സുഹൃത്ത് ജപങ്ങളിലൂടെയും കുഞ്ഞു കുഞ്ഞു പുണ്യപ്രവൃത്തികളിലൂടെയും കുഞ്ഞുമാലാഖമാരായി മാറി ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കാനും പുലിക്കൂടി ഒരുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. എൻ്റെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഇടം തരാമോ? നിങ്ങളെ സഹായിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് നിങ്ങളുടെ വാത്സല്യമുള്ള അമ്മ.